പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സറിയുകയാണ് ഹരിപ്പാട് നിന്ന് ന്യൂസ് 18 സംഘം. വിവിധ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊഴുക്കുമ്പോഴും ആലപ്പുഴയുടെ തീരദേശം പട്ടിണിയും പരിവട്ടവും ഒക്കെയായി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലാണ്. തീരദേശത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ഞാനൊരു തീരദേശ റോഡിൽ പിന്നെ താമസിക്കുന്ന ആളാണ്. നമുക്ക് ഇതുവരെ ഗുണപരമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും എന്താണെങ്കിലും നമുക്ക് തീരം സുരക്ഷിതമാണ്. അത് ഏത് പാർട്ടി വന്നാലും തീരം സുരക്ഷിതമാണ്. ഇത്തവണ തീരദേശം ആർക്ക് അനുകൂലമായിട്ടാണ് തോന്നുന്നത്? തീരദേശ മേഖലകളിലോട്ട് BJP വലിയ തോതിൽ അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നു. UDF പറയുന്നു UDFന് ഉറച്ച വോട്ടുകളാണ് ഈ തൃക്കുന്നപ്പുഴയും ആറാട്ടുപുഴയും അടക്കമുള്ള മേഖലയെന്ന് പറയുന്നു. LDFും പ്രതീക്ഷ വെക്കുന്നു. ഇത്തവണ അങ്ങനെ ഒരു മാറി ചിന്തിക്കുന്ന ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണ് BJPക്ക് അവകാശവാദം? ഇല്ല, നമ്മള് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നമ്മള് വിട്ട് ഇനിയിപ്പം നമ്മള് പൊതുവെ നമ്മള് BJPക്ക് ഒരു അനുകൂലമായിട്ട് വന്നെങ്കിലേ നമുക്ക് ഗുണപരമായിട്ട് ഒരു ഇതുള്ളൂ. ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാൻ പോയിട്ടില്ല. ഇക്ക പറഞ്ഞ കാര്യങ്ങളോട് 100% യോജിക്കുന്നു. അതായത് മറ്റ് മുന്നണികളെ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണോ? മറ്റ് മുന്നണിക്ക് നമ്മളിപ്പോൾ വോട്ട് ചെയ്തതിൽ ഉറപ്പായിട്ട് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അവർക്കില്ല. അവരാരും എന്തായാലും ഈ പറഞ്ഞ പോലെ 100-300 മുന്നണി സീറ്റ് മുകളിൽ പിടിക്കാനുള്ള വകുപ്പൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ എങ്ങനെ അവർ ഭരണത്തിൽ വരുമെന്ന് ഒരു ചാൻസും ഇല്ല വരാൻ. അപ്പം ജയിക്കുന്ന പാർട്ടിക്ക് വേണ്ടി നിൽക്കുക. ഞങ്ങൾ ആകപ്പാടെ ദുരിതത്തിലാണ്. കാരണം 2 സർക്കാരിരുന്ന സമയത്തും ഒരു ഹാർബറിന്റെ ഒരു പഠനം ഇവിടെ നടത്തിയായിരുന്നു. ഞങ്ങളുടെ ലൈലൻഡ് വള്ളങ്ങൾ അതറിയാമല്ലോ, ലൈലൻഡ് വള്ളങ്ങൾ പോയാൽ ഞങ്ങൾക്കൊരു സംരക്ഷണം വേണം. ഞങ്ങൾ 1 മണിക്കൂർ കൂടി വേണം ഇവിടുന്ന് കവർ ചെയ്ത് ഈ കിഴക്ക് വശം ഈ കായൽ കൊണ്ടുവന്ന് കെട്ടാൻ. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഇന്ധന വിലയും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ ഒരു പോരായ്മ തന്നെ അത്. പക്ഷെ നേരെ അവർ ഇവിടെ ഒരു ഹാർബറിന്റെ പഠനം നടന്ന് ഒരു നല്ലൊരു ഹാർബർ ഇവിടെ ഞങ്ങൾക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ വിഷയം അതൊക്കെ തന്നെ. BJP കേരളത്തിൽ ഭരണത്തിലില്ലല്ലോ. നിങ്ങളൊരു മറ്റൊരാൾക്ക് ചോയ്സ് കൊടുക്കുവാണ്. അത് തന്നെ, മറ്റൊരാളെ മാറി പരീക്ഷിക്കാനുള്ള ചിന്തയാണ്. ഞങ്ങൾ മാറി പരീക്ഷിക്കുക. കാരണം അവരിപ്പോ പറയുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു രൂപരെയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട് അവരുടെ ഈ ഹാർബർ സംബന്ധിച്ച്. ഒരു ഹാർബർ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇവിടുത്തെ പൊതു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാലാകാലങ്ങളായിട്ട് CPM-ഉം കോൺഗ്രസുമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ പറ്റി ഇനി ഒരു പുതിയ ഒരു തലമുറ ഇവരെ തള്ളി ഒരു പുതിയ തലമുറ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. വലിയ മാറ്റം ഉണ്ടോ ചേട്ടാ? അത്തരത്തിൽ അവർ അവകാശപ്പെടുന്ന ഒരു മാറ്റം ഇവിടെ ഉണ്ടോ? അത് ഇവിടെ വലിയൊരു മാറ്റമുണ്ട്. ഏത് പാർട്ടിക്കാർ വന്നാലും ഇവിടെ ഇങ്ങനെ നടക്കത്തോളൂ. ഒരു മുന്നണിയിലും വിശ്വാസമില്ല. ഒരു മുന്നണിയും വിശ്വാസമില്ല. അതിപ്പോ ഈ BJP ആണെങ്കിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അത് വാഗ്ദാനം മാത്രമാണെന്നാണോ തോന്നുന്നത്? എല്ലാരും ഇത് തന്നെ വാഗ്ദാനം മാത്രമേ അടുത്തോളൂ. വാഗ്ദാനമാണ് ആണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് BJP അല്ല ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഈ വിവിധ മുന്നണികൾ പറയുന്നു. ഇപ്പൊ അവിടെ കുറച്ചുപേര് പറഞ്ഞു BJP എന്ന് പറയുന്നു. BJP-ക്കാരും ഈ പറഞ്ഞതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അത് പറയാൻ പറ്റത്തില്ല. ഭരണം വരുവാണെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അതെ, പക്ഷെ അവർക്ക് ഭരിക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ചെയ്യും. അങ്ങോട്ട് അവർക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ. കിട്ടുവാണെങ്കിൽ ചെയ്യും. തൊഴിലാണില്ല കാണുന്നത്. ഈ തൊഴിലോട് ഇപ്പൊ ഈ 8 മാസം കൊണ്ട് പണിയില്ല. ആ പണിക്ക് എന്തെങ്കിലും തരുന്നല്ലേ നമുക്ക് വോട്ട് ചെയ്യാനൊക്കെ. ആർക്ക് വോട്ട് ചെയ്തില്ലെന്നാണോ പറയുന്നത്? ചിലപ്പോ ഞാനും ആർക്കെങ്കിലും വോട്ട് ചെയ്യാനും സമയം കിട്ടിയില്ല, വോട്ട് ചെയ്യത്തില്ല. ഇപ്പൊ കുറച്ചു പേരോട് സംസാരിച്ചപ്പോഴേ വലിയ BJP അനുഭവം അവർ പ്രകടിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? BJP അനുഭവിച്ചാൽ അവർക്ക് ഗുണമുള്ളതുകൊണ്ട് അവർ BJPയുടെ അനുഭവം കാണിക്കുന്നു. എന്താണ് BJPക്ക് അനുഭവകരവരെല്ലാം കാശ് കിട്ടും. നമ്മളെ പോലെ വോട്ട് ചെയ്യുന്ന മാറി വോട്ട് ചെയ്യുന്ന വിഡ്ഢികൾ ഇവരെ പോലെ ആളുകൾക്ക് കാശ് കിട്ടും. ഒരു ബൂത്ത് ഏജന്റ് എത്ര രൂപ കിട്ടുന്നറിയാം? ഇവര് BJP പ്രവർത്തകരാണ്. അതാണ് അവർ ആഞ്ഞു പിടിച്ച് ഒരു ബൂത്ത് ഏജന്റ് ഇത്ര രൂപ ഉണ്ട്. കഴിഞ്ഞ വർഷം ജയിച്ചത് ആലപ്പുഴ എന്ന് പറയുമ്പോ LDF ആലപ്പുഴ മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഇപ്പോഴത്തെ ഒരു കേസ് വന്നപ്പോ ഒരു മാറ്റം ഉണ്ടോ? എന്തിന് കേസ് വന്നപ്പോ നമ്മളെ ഉപേക്ഷിച്ച് പോയല്ലേ? കേസ് ഒരിക്കലും ജയിക്കത്തില്ല. ജയിക്കാൻ സാധ്യതയുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ. വേണുഗോപാൽ മാത്രമേ ജയിക്കത്തുള്ളൂ. കേസ് ജയിക്കുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയുന്ന കാര്യം എന്താ? രമേശ് ചെന്നിത്തല ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മാത്രം BJPക്ക് പോകാൻ പോകുന്ന വോട്ട് ആരുടെയാണ്? CPM-ന്റെ ആയിരിക്കും. CPM വോട്ടും അറിയും, എല്ലാവരുടെയും അറിയാം. എന്താ പറയാ, നമ്മുടെ മൊത്തത്തിൽ എല്ലാവരുടെയും വോട്ട് മറിയാൻ കൂടുതൽ ചാൻസ് ആണ് BJP-യിലേക്ക്. ആര് ജയിക്കും ആര് തോക്കുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാരും വലിയ ശക്തിയാണ്. എല്ലാവരും തുല്യ ശക്തരാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാരും 3 പേരും ഭയങ്കര ഇതായിട്ടുള്ളവരാണ്. എന്താണ്?
നമ്മൾ കാണുന്ന പ്രചരണത്തിലുള്ള തുല്യ ശക്തി ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ഈ പറയുന്ന ബിജെപിയുടെ ഒരു എഫക്ട് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ബിജെപി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ശബരിമല വിഷയമായിരുന്നു. പിന്നെ നമ്മൾ ഹിന്ദുക്കളെല്ലാരും ഒത്തുചേർന്ന് ഹിന്ദു എന്നതിലേ മറ്റേ രണ്ടുപേരും ഒരു ജാതിയിൽപ്പെട്ട രണ്ടുപേരും മതത്തിൽപ്പെട്ടവര് അങ്ങനെ ഒരു ഹിന്ദു ഏകീകരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ബിജെപിക്ക് ഉണ്ടായി. അതിന് കിട്ടത്തില്ല. ആ സാഹചര്യമില്ല ഇവിടെ. ആണോ ചേട്ടാ? അങ്ങനെയാണോ? ഒരു പട്ടാളത്തിലെ ഒരു പിള്ളേരെ പോലും ഇപ്പൊ ഈ 10 കൊല്ലത്തിനുള്ളിൽ എടുത്തിട്ടില്ല ഇവിടെ. ഒരു കുഞ്ഞുങ്ങൾ അത് എടുത്ത ഒരു കുഞ്ഞുണ്ട് ഞങ്ങളുടെ ഇവിടെ, ഒരു മത്സ്യത്തൊഴിലുള്ള മോൻ. അത് 4 കൊല്ലത്തെ കരാർ തൊഴിലാളി. അഗ്നിപ്പത്. നിങ്ങളെ വിശ്വസിക്കുന്നില്ല ബിജെപി? ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ എന്ത് വിശ്വസിക്കാനാണ്? എന്ത് കണ്ട് വിശ്വസിക്കും? പറഞ്ഞു അങ്ങ് പോകും. ഒരു പ്ലാനിങ്ങൾ അവർക്ക് ജാതിപരമായ കളിയേ ഉള്ളൂ. ഞാനൊരു ഹിന്ദുവാണ്, ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. ജാതി പറഞ്ഞുള്ള വോട്ട് പിടുത്തമുണ്ട്. പിന്നെ നമ്മളെ മൈൻഡ് ചെയ്തില്ല. നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കണം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നിച്ച് ജീവിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാകരുത് ഒരിക്കലും. കഞ്ഞിയും കുടിച്ച് നമ്മളെല്ലാവരും കൂടെ സൗഹൃദമായിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷം മതി നമുക്ക്. ഹിന്ദുത്വം വിളമ്പിൽ തന്നെ ചോറാകത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പണിക്ക് പോയി ആകത്തുള്ളൂ. പിന്നെ നമ്മുടെ എണ്ണ മണ്ണെണ്ണ എല്ലാം വില 10 രൂപയുടെ ഒരു സാധനം ഞങ്ങൾക്ക് മനസ്സിലായ മേലെ മേടിച്ചാൽ ഞങ്ങൾ 2 രൂപ 85 GST കൊടുക്കണം. ഞങ്ങൾക്ക് 8 മാസമായിട്ട് പണിയില്ലായിട്ട് 10 രൂപയുടെ ഒരു സാധനം ഞങ്ങൾക്ക് വാങ്ങിക്കണം. മത്സ്യബന്ധന മേലിലൊക്കെ സാധനം വാങ്ങിക്കണമെങ്കിൽ 2 രൂപ 85 GST കൊടുക്കണം. ഞങ്ങൾ അങ്ങനെ എങ്ങനെ ജീവിക്കും? എല്ലാ LDF-നാണോ UDF-നാണോ BJP-ക്കാണോ മുൻതൂക്കം? എന്താ അവസ്ഥ അവിടെ? ഞങ്ങള് നോക്കിയിട്ട് BJP ആണ് മുൻഗണനയായിട്ട് നിൽക്കുന്നത്. പിന്നെയും എങ്ങനെയാന്ന് അറിയത്തില്ല. ചിലപ്പം കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ആറാട്ടുപുഴയാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ആർക്കാ ഒരു മുൻതൂക്കം ആർക്ക് തോന്നുന്നുണ്ട്? അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആരാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്? ലീഡിപ്പോ പറയാനാണെങ്കിൽ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന് ഇവിടെ നല്ല പ്രചാരണം ഉണ്ട്. വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളെ എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? ഇവിടെ BJP-ക്ക് ഒരു സ്വാധീനം ഉണ്ടോ? സ്ഥാനാർത്ഥികളും പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും BJP-യുടെ സ്ഥാനാർത്ഥി ഇപ്പൊ ഇവിടെ ആക്റ്റീവാണ്. ഇപ്രാവശ്യം ആര് ജയിക്കുമെന്നുള്ളതിനെ കുറിച്ചല്ല, എന്നാൽ തന്നെയും പ്രചരണ രംഗത്ത് 3 സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് പാർട്ടിക്ക് മുൻതൂക്കമുണ്ട്? ഇപ്പോഴത്തെ ഇലക്ഷന് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഇലക്ഷന് LDF ആണ് മുൻതൂക്കം നിന്നത്. ഇത്തവണ ഒരു മെജോറിറ്റി LDF-നുണ്ടോ? തീർത്ത് പറയാനൊക്കത്തില്ല. ഒന്ന് 2 കൂട്ടരും കട്ടക്ക് നിൽക്കുക. A ക്ലാസ് മണ്ഡലമാണെന്നൊക്കെ പറയുന്നുണ്ട്. A ക്ലാസ് മണ്ഡലമൊന്നുമില്ല. ഇവിടെ തുച്ഛമായ വോട്ട്. ആറാട്ടുപുഴ പഞ്ചായത്തിൽ ഒരു 10-200 വോട്ട് അല്ലെ 500 വോട്ടിൽ കൂടുതൽ കിട്ടത്തില്ല. ഇല്ല, ഇവിടെ LDF UDF ആയിട്ടാണ് മെയിൻ കക്ഷികൾ. ആലപ്പുഴ മൊത്തത്തിൽ നോക്കുമ്പോഴോ? മൊത്തത്തിൽ LDF UDF ആയിട്ടുള്ള ഇതേ വരത്തുള്ളൂ. LDF UDF തമ്മിലാണ് മത്സരം എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നമ്മൾ ആളുകളെ കാണുമ്പോൾ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും തുല്യ ശക്തരാണ്. വോട്ട് പെട്ടിയിൽ വരുമ്പം ആര് വരും? വേണുഗോപാലൻ തന്നെ വരും. വേണുഗോപാൽ വരും. യഥാർത്ഥ പ്രശ്നങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ സ്ത്രീകളുടെ അടുത്ത് തന്നെ പോകണം. എന്തായാലും ഇവിടെ നമുക്കൊരു കൂട്ടത്തിനെ കിട്ടിയിട്ടുണ്ട്. ഈ സ്ഥലം ഏതാ? കള്ളിക്കാടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കണം. കുറെ ദിവസങ്ങളായിട്ട് പ്രചരണം. ഞങ്ങൾ പിന്നെ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എന്തുവാന്ന് വെച്ചാല് മോദി വെച്ചാൽ ഞങ്ങൾക്ക് 2000 രൂപ വെച്ച് തരുന്നുണ്ട്. ഞങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. മോദിക്കാണോ വോട്ട്? അല്ല സ്ട്രോങ് നിലപാട്. പറ, വേറെ ആർക്കാണ് വോട്ട്? ഞങ്ങൾ ഇടതുപക്ഷക്കാരി. ഇടതുപക്ഷത്തിന് BJP തരംഗം ഉണ്ടോ ഇവിടെ? ഉണ്ട്. BJP-ക്ക് കൂടുതൽ വോട്ട് മാറും ഇത്തവണ? മാറും അല്ലേ? റേഷൻ അരിക്ക് കൊടുക്കണ്ട. മോഡി 2000 രൂപ വെച്ച് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു സഹായമല്ലേ. ഞങ്ങൾക്കൊക്കെ 2000 കിട്ടുന്നുണ്ടോ? ചേച്ചി BJP-ക്ക് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. ഇപ്പൊ ഞാൻ 2-3 പ്രാവശ്യം കൊണ്ട് BJP-ക്ക് വോട്ട് ചെയ്യുന്നത്. പക്ഷെ ജയിക്കുന്നില്ല. ഇത്തവണ ജയിക്കോ? ജയിക്കുമെന്നുള്ള തോന്നലുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. എന്റെ കുടുംബം മൊത്തം കോൺഗ്രസ്സുകാരായിരുന്നു. ഇപ്പൊ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ മക്കളും വലുതായി, അവരൊക്കെ വലുതായപ്പോ ഓരോരുത്തരും ഓരോ പാർട്ടിയിലോട്ട് മാറി സഞ്ചരിക്കാൻ തുടങ്ങി. ആരെങ്കിലും വിജയിക്കട്ടെ. നമുക്ക് നല്ലത് ചെയ്യുന്നവര് നിലനിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ കാശ് കിട്ടുന്ന കാലം വരെ ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്തിരിക്കും. അതാണ് അവർ പറയുന്നത്. 2000 രൂപയൊക്കെ വെച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു പൊതു ട്രെൻഡ് തീരദേശത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ല, മറിച്ച് പല രീതിയിലും മിക്സായി വോട്ടുകൾ മാറുന്നു എന്നുള്ളതാണ്. വിവിധ മുന്നണികൾക്ക് അവരുടേതായ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടത് വലത് മുന്നണികൾ അവരുടെ പ്രചരണവുമായി അവരുടെ കുത്തക വോട്ടിടങ്ങൾ എന്ന് അവർ കരുതിയിരുന്ന സ്ഥലങ്ങളിലൊക്കെയും
പല രീതിയിൽ വെള്ളലുണ്ടാക്കാൻ NDAക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ പൊതുവെ സഞ്ചരിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് പറയുമ്പോഴും ഇരു മുന്നണികളുടെയും കുറെ വോട്ടുകൾ ഇത്തവണ NDAയിലേക്ക് മറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയുടെ തീരദേശത്ത് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.